തവസ്സുൽ, ഇസ്തിഗാസ എന്ന് പറയുന്ന ഈ കാര്യം ചെയ്താൽ അവൻ മുശ്രിക്കാണ് എന്ന് പറയുമ്പോൾ ആരെയൊക്കെയാണ് മുശ്രിക്കാക്കുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടുള്ള സഹാബത്ത് അടക്കമുള്ള ഈ നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയ 1300 ചില്ലാനം വർഷം ജീവിച്ചു പോയ അവരൊക്കെ മുശ്രിക്കാണ് എന്ന് പറയുമ്പോൾ ഒരു ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. മാത്രമല്ല, ഈയുടെ അടുത്ത് ഒരു മൗലവി പ്രസംഗിച്ചത് പത്രങ്ങളിലും സോഷ്യൽ മീഡിയ എല്ലാത്തിലും വന്നതാ. അയാൾ വളരെ ഗൗരവത്തോടു കൂടെ പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടതാ. എന്താണ് അതിൽ പറയുന്നത്? അതായത് കുത്തുബിയത്ത് നടത്തുന്ന പള്ളി, ആ കുത്തുബിയത്ത് ചെല്ലുന്ന ആളുകൾ അവരൊക്കെ മുശ്രിക്കുകളാണ്, ഷിർക്കിന്റെ ഇടമാണ് ആ പള്ളി എന്നാ പറഞ്ഞു എന്ന് അയാൾ വളരെ പച്ചയായിട്ട് പറഞ്ഞു. കുത്തുബിയത്ത് നടത്തുന്ന, കുത്തുബിയത്ത് പറഞ്ഞാൽ ഇതിലിപ്പോ തവസ്സുലുണ്ട്, ഇസ്തിഗാസയും ഒക്കെ ഉണ്ടാവും. ആ കുത്തുബിയത്ത് നടത്തുന്ന പള്ളി അത് ഹിന്ദുക്കളുടെ അവിടെ ആരാധനാ സ്ഥലമല്ല, ഞാൻ പേരൊന്നും പറഞ്ഞു, ആരാധനാലയം. അവര് ആരാധന നടത്തുന്നു. അതിലവിടെ ഇമാമ് നിൽക്കുന്ന ആ ഉസ്താദ് ഉണ്ടല്ലോ, ആ ഉസ്താദ് പൂജാരിക്ക് സമമാണ് എന്ന് പറഞ്ഞു. ആള് പച്ചയായിട്ട് പറയും. ആർക്കൊരു പ്രശ്നമില്ല. അയാൾ ഇവിടെ പ്രകോപനം ഉണ്ടാക്കിയെന്നൊന്നും ആരും പറയുന്നില്ല. ആർക്കൊരു പ്രശ്നമില്ല. ഓല കേട്ടുപോയി. പക്ഷെ അതെന്ന് തുടങ്ങിയതാ? ഇത് ഇവിടെ ഇയാൾ മാത്രല്ല, നമ്മൾ ഈ വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം തന്നെ അതാണ്. തുടക്കം തന്നെ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ തുടക്കം തന്നെ. മാത്രല്ല, മുശ്രിക്കുകളാണ് എന്ന് പറയുന്ന ആ വാക്കിൽ നിർത്തുകയല്ല അവർ ചെയ്തത്. അതിന്റെ തുടക്കം അത് പിന്നെ അറേബ്യയിലാണല്ലോ. അത് കൊണ്ടുവന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണല്ലോ. അയാളാണ് ഈ ആശയം കൊണ്ടുവരുന്നത്. ആ ആശയം കൊണ്ടുവരികയല്ല, മുശ്രിക്കാണ് എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോഴൊക്കെ അവരെ കൊല്ലുകയും എന്നിട്ട് അവരുടെ സ്വത്തുക്കൾ